വാർത്തകളെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല, ഞങ്ങൾ ശൈലിയുള്ളവരെ അല്ല. ഈ പറയുന്ന ഒരു മാധ്യമങ്ങൾ ഓഡിയോ എടുത്ത് കൊടുത്തു. അതുകൊണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുന്നത് അല്ലേ? ആ പെൺകുട്ടി ഇന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഈ ഓഡിയോകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം, വീഡിയോകളുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാ? ആ കുട്ടി പറയണം, സാർ നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ, ഈ ഇരയായ കുട്ടികൾ പറയട്ടെ, ഞങ്ങൾ കൊടുക്കുക. അത് ഞങ്ങളെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇനി ഇവർ മിണ്ടുന്നില്ല, ഞങ്ങളൊന്ന് കോംപ്രമൈസ് ആകുമെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് വളരെ നിങ്ങൾക്ക് തെറ്റി. ആ ഒരു ശൈലിയിലേക്ക് നമ്മളെ ഒതുക്കി തീർത്തളയാ, കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലും, അടിക്കും, ഞങ്ങൾ സമരം നടത്തും, കരിയോയിലൊഴിക്കും, വണ്ടി തല്ലിപ്പൊളിക്കും, മാധ്യമപ്രവർത്തകരെ തല്ലും എന്ന് പറയുന്ന ശൈലിയിലേക്ക് എന്ന് മുടങ്ങിയ കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അടുത്ത പോസ്റ്റ് നോക്കാം, നാളെ രാവിലെ റിപ്പോർട്ടർ ടിവിയുടെ ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നുള്ളത്. നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധിയുടെ പീഡനം ഇല്ലാതാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം ഇല്ലാതിരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല.